ഇതാണ് നമ്മൾ സ്കീമാറ്റിക്കിൽ കാണിച്ചിട്ടുള്ള MDB, അത് മെയിൻ ഡിസ്ട്രിബ്യൂഷൻ ബോർഡ്. സ്കീമാറ്റിക് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും അതിനകത്ത് ട്രാൻസ്ഫോമറിൽ നിന്നാണ് MDBയിലോട്ട് പവർ സപ്ലൈ വരുന്നത്. പക്ഷേ അതുപോലത്തെ ഒരു ബ്രേക്കർ നിങ്ങൾക്ക് തൊട്ടടുത്ത് കാണാൻ പറ്റും, ഫ്രം മൊബൈൽ ജനറേറ്റർ എന്ന് എഴുതിയിട്ടുള്ളത്. ഇതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബിൽഡിങ്ങിനകത്ത് ഇപ്പോൾ സപ്ലൈ വന്നിട്ടില്ല, ഇപ്പോൾ സപ്ലൈ വരാൻ കാലതാമസം വരുന്നു, ദേവയുടെ സപ്ലൈ, ഇല്ലെങ്കിൽ ട്രാൻസ്ഫോമറിന് എന്തെങ്കിലും കുറച്ച് ദിവസത്തെ മെയിൻ്റെനൻസ് ഉണ്ട്, അങ്ങനെയുള്ള ഇഷ്യൂവിലൊക്കെ ബിൽഡിങ്ങിന് പവർ സപ്ലൈ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പ്രത്യേകം മൊബൈൽ ജനറേറ്റേഴ്സാണ്. അത് പുറത്ത് ഉള്ള ജനറേറ്റേഴ്സാണ്. അത് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബ്രേക്കർ യൂസ് ചെയ്യുന്നത്. ഈ ബ്രേക്കർ നോർമൽ സമയത്ത് ഇതിനകത്ത് കേബിൾസ് ഒന്നും കണക്റ്റഡ് ആവില്ല, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിലാണ് കണക്റ്റ് ആവുന്നത്. ഇങ്ങനെ ഈ രണ്ട് ACBകൾ തമ്മിൽ ഒരു ഇലക്ട്രിക്കൽ മെക്കാനിക്കൽ ഇൻ്റർലോക്ക് ഉണ്ട്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലേതെങ്കിലും ഒരു ACB മാത്രമേ ഒരു സമയത്ത് വർക്കാവൂ. രണ്ടും ഒരേ സമയത്ത് ഓൺ ആയി കഴിഞ്ഞാൽ ചിലപ്പം ഇഷ്യൂസ്, അപകടങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ഇത് എയർ സർക്യൂട്ട് ബ്രേക്കർ ACB 2500 ആംപിയറിൻ്റെ TPN ACB ആണ്. ഇത്